കോട്ടയം പാലായിൽ വിദ്യാർത്ഥിയുടെ നഗ്നദൃശ്യങ്ങൾ സഹപാഠികൾ പ്രചരിപ്പിച്ചതായി പരാതി. പാലാ സെന്റ് തോമസ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ വസ്ത്രം ഊരി മാറ്റി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. പാലാ സെന്റ് തോമസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് സഹപാഠികൾ ഉപദ്രവിച്ചത്. സഹപാഠികൾ ബലം പ്രയോഗിച്ച് വിദ്യാർത്ഥിയുടെ വസ്ത്രം ഊരിമാറ്റുന്നതും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വിദ്യാർത്ഥികൾ തന്നെയാണ് മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. കുട്ടി മുമ്പും ഇത്തരത്തിൽ സഹപാഠികളിൽ നിന്ന് അതിക്രമം നേരിട്ടിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നും അച്ഛൻ ആരോപിച്ചു. ഒരു പിള്ളേരുടെ അടുത്തല്ല, പല പിള്ളേരുടെ അടുത്തും ഇത് പല കാരണന്മാരുമായിട്ട് ബന്ധപ്പെട്ടു അവരുടെ കൊച്ചിൻ്റെ അടുത്ത് ഇത് കേട്ട് അവരാരും പറയുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് പോലുമാണ് ഞങ്ങൾ അത് അറിയുന്നത്. സ്കൂളിലെ സാറന്മാർ പറയുന്നത്, നമുക്ക് സാറന്മാർക്കും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്നാൽ ചൈൽഡ് ലൈനിലും പോലീസിലും വിവരം അറിയിച്ചുവെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഉപദ്രവത്തിന് ഇരയായ കുട്ടിയുടെയും കുറ്റാരോപിതരായ കുട്ടികളുടെയും മാതാപിതാക്കളെ വിളിപ്പിച്ചിരുന്നുവെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുക, അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ തന്നെ കുട്ടികളെ ആക്കിക്കൊണ്ട് ആ രീതിയിലാണ് സ്കൂൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൃത്യമായ നിയമപരമായ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്കൂളിനെയും ഈ വിദ്യാർത്ഥിയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നത് വളരെ ഗൗരവകരമായ ഒരു തെറ്റാണ്. അതിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, കോട്ടയം.